ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ പാറ്റേൺ അനുസരിച്ച് PSC ബുള്ളറ്റിന് വന്നിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുന്നേ നമ്മൾ ഒത്തിരി എക്സാമുകൾ ചെയ്തിരുന്നു PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയ്ക്ക് ഒപ്പം ലിങ്ക് തരുന്ന ഒരു വീഡിയോ കൂടി കാണും. അപ്പോൾ അത് ഞാൻ കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടേക്കും. അതും കൂടി നിങ്ങൾ പഠിക്കുക, കാരണം അത് എറർ ഫ്രീ ആയിരിക്കും. കാരണം PSC ബുള്ളറ്റിനിൽ വരുന്ന ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഒത്തിരി എറേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എറർ ഫ്രീ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് കൂടി ഈ ഒരു വീഡിയോയ്ക്ക് ഒപ്പം പഠിച്ചങ്ങ് പോകണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്ലോ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന ആർട്ടിക്കിളുകൾ, അവ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ലിസ്റ്റ് 1 ആർട്ടിക്കിൾ, ലിസ്റ്റ് 2 വിഷയമാണ്. ഒന്നാമത്തത് 112. ഇപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്ഷൻ എസ് നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻ എന്തായാലും കാണും, 2-3 എണ്ണം. ഇൻ കേസ് ഒരെണ്ണം കാണാൻ നിങ്ങൾക്ക് അറിഞ്ഞിടാത്തതാണെങ്കിൽ 3 എണ്ണം അറിയാമെങ്കിൽ അപ്പുറത്ത് നിന്ന് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യുക, 112ാമത്തെ ആർട്ടിക്കിൾ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ഓപ്ഷൻ 3 ആണ്, ബജറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അടുത്തത് 124. ഏതാണ് ആർട്ടിക്കിള്? സുപ്രീം കോടതിയാണ്. 124. അടുത്തത് പിന്നെ ഏതാണ് വരുന്നത്? 343 ആണ്. 343 ഔദ്യോഗിക ഭാഷയെ പറ്റിയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് 368 ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ 112 ഏതാണ്? ബജറ്റാണ്. അപ്പൊ A3 ആണ്. ദെൻ B1 ആണ്. പിന്നെന്താണ്? C2 ആണ്. ഏതാണ്? C2 ആണ്. ദെൻ D4 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി വരും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബി ആണ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 161 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? 161 എന്തിനെ കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്? ഏതിനെ കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്? 161 ആൻസർ ഓപ്ഷൻ ബി ആണ്. പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരമാണ് 161 പറയുന്നത്. പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരമാണ് ആർട്ടിക്കിൾ 161 പറയുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ചെക്ക് ചെയ്ത് പോവാം ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയത് 1992 73ാം ഭേദഗതിയിലൂടെയാണ്. ശരിയായിട്ടുള്ള ആൻസർ ആണ്. പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ 9ാം ഭാഗത്ത് 11ാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പാർട്ട് 9, പിന്നെ ഷെഡ്യൂള് 11ാം ഷെഡ്യൂളിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഓപ്ഷനും ശരിയാണ്. ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അതും ശരിയായിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 243 ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പൊ ആ ഓപ്ഷൻ എന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ആർട്ടിക്കിൾ 243 ഗ്രാമസഭയെ കുറിച്ചല്ല അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3 എന്നിവ ശരിയായ ഉത്തരങ്ങളാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗത്തിന്റെ കാലാവധി 5 വർഷവും ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിന്റെ കാലാവധി 6 വർഷവുമാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി നമുക്കറിയാം ലോക്സഭയാണ്, 5 വർഷമാണ് കാലാവധി. ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് ഉദ്ദേശിക്കുന്ന രാജ്യസഭയാണ്, അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. ശരിയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സാധാരണ കാലാവധി 5 വർഷമാണ്. ശരിയാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പരമാവധി അംഗസംഖ്യ സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 1/3 ആകുന്നു. അതും ശരിയായിട്ടുള്ളതാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കാലാവധി 6 വർഷമാണ്. അത് തെറ്റായിട്ടുള്ളതാണ്. കാരണം ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കാലാവധി എത്രയാണ്? സ്ഥിരം സഭയാണ്, അതിന് കാലാവധി ഇല്ല. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കാലാവധി 6 വർഷം എന്നുള്ളതാണ് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 164 അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെ മുഖ്യമന്ത്രിയായി നിയമിക്കാൻ വ്യവസ്ഥയില്ല. അത് എന്താണ്? ശരിയാണോ തെറ്റാണോ? അത് നമുക്ക് ഇവിടെ പ്രസ്താവന തെറ്റാണ്. കാരണം നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെ മുഖ്യമന്ത്രിയായി നിയമിക്കാൻ കഴിയും. 6 മാസത്തിനകം മുഖ്യമന്ത്രി അല്ലെങ്കിൽ
നിയമസഭയിൽ അംഗത്വം നേടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു വ്യവസ്ഥ, അതാണ് ഇവിടെ നമുക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ 15% ശരിയായിട്ടുള്ള ഉത്തരമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് 1, 3, 4 എന്നിവ ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ തെറ്റിയ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെ മുഖ്യമന്ത്രിയായി നിയമിക്കാൻ വ്യവസ്ഥയുണ്ട്. 6 മാസത്തിനുള്ളിൽ നിയമസഭാ അംഗമാകണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന ഭരണഘടനാ ഭേദഗതികൾ, വിഷയങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? നോക്കാം. ഒന്നാമത്തത് 61 ഭേദഗതി 1988 വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ചു. ശരിയാണ്. 86 ഭേദഗതി 2002 പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി. ശരിയാണ്. 44 ഭേദഗതി 1978 സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ശരിയാണ്. 52 ഭേദഗതി 1985 കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റി പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ശരിയാണ്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എ, ബി, സി, ഡി എന്നിവ ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനത്തെ പറ്റിയിട്ടാണ്. ആൻസർ ഓപ്ഷൻ ഏത് വരും? ആൻസർ ഓപ്ഷൻ എ ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ആരൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് കാണും, പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും ബാക്കിയുള്ള അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. വിവരാവകാശ നിയമം അനുസരിച്ച് അടുത്ത ചോദ്യമാണ്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി അവസാനിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 48 മണിക്കൂറിനുള്ളിലാണ്. 48 മണിക്കൂർ. താഴെ പറയുന്നവയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലാത്തത് ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ലാത്തത് ഏതാണ്? അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ഭരണഘടനാപരമായ സ്ഥാപനങ്ങളും ദേശീയ സ്ഥാപനങ്ങളും ഉണ്ട്. ഇതിനകത്ത് പിന്നെ എന്താണ്, ദേശീയ നാഷണൽ കൺട്രോളിൽ വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. എന്നാൽ പിന്നെ എന്താണ്, ഭരണഘടനയിൽ എടുത്ത ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ള ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ ഇതിനകത്ത് ഒരൊറ്റെണ്ണം മാത്രമേ അതുള്ളൂ. ഓപ്ഷൻ ബി ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷനാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന ദേശസാൽകൃത ബാങ്കുകൾ, അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഫസ്റ്റ്, ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഇന്ത്യൻ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ ആണ്. ഇന്ത്യൻ ബാങ്കിന്റെ ആസ്ഥാനം ചെന്നൈ ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ്. ദെൻ കാനറ ബാങ്കിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ, ദെൻ ഇന്ത്യൻ ബാങ്ക് ചെന്നൈ, പഞ്ചാബ് നാഷണൽ ബാങ്ക് ന്യൂഡൽഹി, കാനറ ബാങ്ക് ബാംഗ്ലൂര്. അടുത്തതൊരു സയൻസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടി തറനിരപ്പിൽ നിന്നും 30 കിലോമീറ്റർ മുകളിലേക്ക് ഒരു ക്രിക്കറ്റ് പന്ത് എറിഞ്ഞുവെങ്കിൽ ഊർജത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? തറനിരപ്പിൽ നിന്നും 30 മീറ്റർ മുകളിലേക്കാണ് എറിയുന്നത്. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പന്തിന്റെ സ്ഥിതികോർജം കൂടുന്നു. എന്താണ്? പന്തിന്റെ, കാരണം അവിടെ വെലോസിറ്റി ഒന്നും ചേഞ്ച് വരുന്നില്ല. വെലോസിറ്റിക്ക് ചേഞ്ച് വന്നാൽ മാത്രമേ ഗതികോർജം മാറത്തുള്ളൂ. പക്ഷേ അവിടെ എന്താണ്? മുകളിലേക്ക് സ്റ്റേൺ ആയിട്ട് പോവുകയാണ്. സോ പന്തിന്റെ സ്ഥിതികോർജം കൂടുകയാണ് ചെയ്യുന്നത്, ഗതികോർജം കുറയുന്നു. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? നോക്കാം. 1, പ്രകാശം അനുപ്രസ്ഥ തരംഗവും, അതായത് ട്രാൻസ്വേഴ്സ് വേവ്സ്. ദെൻ ശബ്ദം അനുദൈർഘ്യ തരംഗവുമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല എന്നും ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ എന്നും അറിയപ്പെടുന്നു. ശരിയാണ്. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പായിരിക്കും. അതും ശരിയാണ്. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത
വാതകം, അതാണ് ഇങ്ങോട്ട് തുറന്നിരുന്നാൽ കൂടുതൽ എന്നാണ്. ദെൻ ദ്രാവകം, ഖരം എന്ന ക്രമത്തിലാണ്. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ്. കാരണം തിരിച്ചാണ് വരുന്നത്. ഖരത്തിനായിരിക്കും കൂടുതൽ ശബ്ദത്തിന്റെ വേഗത. ദ്രാവകത്തിൽ അത് കഴിഞ്ഞ് വാതകത്തിൽ. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓപ്ഷൻ സി ആണ് 1, 2, 3 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത എന്തായിരിക്കും? ഒരു കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. യഥാർത്ഥവും തലകീഴായതുമായിരിക്കും കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒരു കോൺകേവ് ലെൻസിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? മധ്യഭാഗം ഇടുങ്ങിയതും വശങ്ങൾ കട്ടി കൂടിയതും. അങ്ങനെയാണ് കോൺകേവ് ലെൻസ് ഇരിക്കുന്നത്. നിവർന്നതും വലുതായതുമായ പ്രതിബിംബം ശരിയാണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. അപ്പൊ തെറ്റേതാണ്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ അല്ല, കോൺവെക്സ് മിററാണ് ഉപയോഗിക്കുന്നത്. ചുവടെ പറയുന്ന അളവുകൾ, യൂണിറ്റുകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഫസ്റ്റ്, മർദ്ദം, വ്യാപക മർദ്ദം, അന്തരീക്ഷ മർദ്ദം, ലെൻസിന്റെ പവർ. ഇതിനകത്ത് നമുക്ക് അറിയാന്നുള്ളത്, കൺഫ്യൂഷൻ ഇല്ലാത്തത് എനിക്ക് അന്തരീക്ഷ മർദ്ദമാണ്. കാരണം അന്തരീക്ഷ മർദ്ദം ഏതാണ്? മില്ലിബാർ ആണ്. അപ്പൊ അത് ഉറപ്പിക്കാം. പിന്നെ ലെൻസിന്റെ പവർ നമുക്ക് ഉറപ്പിക്കാം. ഏതാണ്? ഡയോപ്റ്റർ ആണ്. പിന്നെ വ്യാപക മർദ്ദമുണ്ട്, മർദ്ദം അളക്കുന്നത് പാസ്കൽ ആണ്. വ്യാപക മർദ്ദം ഏതാണ്? ന്യൂട്ടൺ ആണ്. വ്യാപക മർദ്ദം ന്യൂട്ടൺ. അപ്പൊ അത് വെച്ചിട്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അതായത് മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കല്, വ്യാപക മർദ്ദത്തിൻ്റെത് ന്യൂട്ടൺ, അന്തരീക്ഷ മർദ്ദത്തിൻ്റെത് മില്ലിബാർ, ലെൻസിന്റെ പവർ ഡയോപ്റ്റർ. ഓക്കെ. ചുവടെ തന്നിരിക്കുന്ന ഉപകരണങ്ങൾ, അവയുടെ ഉപയോഗം എന്നിവയിൽ തെറ്റായത് ഏത്? ഫസ്റ്റ് റെക്ടിഫയർ ആണ്. റെക്ടിഫയർ AC-യെ DC ആക്കി മാറ്റുന്നു. ശരിയാണ്. ക്രെസ്കോഗ്രാഫ്, ചെടികളുടെ വളർച്ച രേഖപ്പെടുത്തുന്നതാണ് ക്രെസ്കോഗ്രാഫ്. അടുത്തത് ഇൻവെർട്ടർ, DC-യെ AC ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് ഇൻവെർട്ടർ. ശരിയാണ്. അടുത്തത് ഹൈഗ്രോമീറ്റർ, ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. അപ്പൊ തന്നിരിക്കുന്നതിൽ തെറ്റ് ഇതാണ്. ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമിഡിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ്. ആർദ്രത അളക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ലാത്തത് ആർക്കാണ് ലഭിച്ചിട്ടില്ലാത്തത്? പേര് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആൻസർ ഓപ്ഷൻ എ ആണ്. ഡങ്കൻ ഹാൾഡെയിനാണ് കിട്ടിയിട്ടുള്ളത്. ജോൺ ബാർഡിൻ, വില്യം ഷോക്ലി, WH ബ്രാറ്റൈൻ, ഇത്രയും പേര് ചേർന്നിട്ടാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. ജോൺ ബാർഡിൻ, വില്യം ഷോക്ലി, WH ബ്രാറ്റൈൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഗാമാ കിരണം പ്രകാശനത്തിന് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നു. ശരിയാണ്. വാതകങ്ങളെ അയോണീകരിക്കാനുള്ള ശേഷി കൂടുതലുള്ളത് ആൽഫ കിരണങ്ങൾക്കാണ്. ശരിയാണ്. പദാർത്ഥങ്ങളിലൂടെ തുളച്ചു കയറാനുള്ള ശേഷി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ഗാമാ കിരണങ്ങൾക്ക്. അടുത്തത് ആൽഫ കണം ഹീലിയം ന്യൂക്ലിയസിന് സമാനമായ റേഡിയോ ആക്റ്റീവ് വികിരണമാണ്. അപ്പൊ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? ബബിൾ ചെയ്യാനായിട്ട് പറ്റും. ചുവടെ പറയുന്ന ഉപകരണങ്ങൾ, അവയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്നിവ ശരിയായി ക്രമീകരിക്കുക. ഒന്നാമത്തത് ഡൈനാമോ. ഡൈനാമോ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നത് A1 ആണ്. മൈക്രോഫോൺ ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ശരിയാണ്. അടുത്തത് ബി, അപ്പോ 2 ആണ്. ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ബാറ്ററി രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റുന്നു. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അവഗാഡ്രോ സംഖ്യ എന്നത് ഏതാണ്? അവഗാഡ്രോ സംഖ്യ ഓപ്ഷൻ ബി ആണ്. 6.023 × 10⁻²3 23 മോളാണ്. ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ ഉപയോഗിക്കുന്ന ശരിയായ സൂത്രവാക്യം ഏതാണ്? ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. C = F-32 × 5/9 ആണ്. C = F-32 × F/5/9. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഫസ്റ്റ് ഐസോടോപ്പ് ആണ്.
ഐസോട്ടോപ്പിന്റെ പ്രത്യേകത എന്താണ്? ഒരേ അറ്റോമിക നമ്പർ ആയിരിക്കും, വ്യത്യസ്ത മാസ് നമ്പറുള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ്. ഐസോബാർ എന്നാൽ ഒരേ മാസ് നമ്പർ ആയിരിക്കും, പക്ഷേ വ്യത്യസ്ത അറ്റോമിക് നമ്പർ ആയിരിക്കും, അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മൂലകങ്ങളുള്ള ആറ്റങ്ങളാണ്. അതും ശരിയാണ്. ഐസോട്ടോണിന്റെ പ്രത്യേകത തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോൺ. ഐസോമർ എന്താണ്? ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ളതാണ് ഏത്? ഐസോമർ. അപ്പൊ തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്ന മൂലകങ്ങളെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അളവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഏതായിരിക്കും? ഓക്സിജൻ ആണ്. അപ്പോൾ 2 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ സിലിക്കൺ ആണ്. അത് കഴിഞ്ഞാൽ അലുമിനിയം, അത് കഴിഞ്ഞാൽ അയൺ, അത് കഴിഞ്ഞാൽ കാൽഷ്യം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഏതാണ്? ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, പിന്നെ അയൺ, പിന്നെ കാൽഷ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്ന രാസനാമങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? ഫസ്റ്റ് ഇന്ദുപ്പ്, പൊട്ടാസ്യം ക്ലോറൈഡ് ശരിയാണ്. അലക്കുകാരം സോഡിയം ബൈകാർബണേറ്റ് തെറ്റാണ്. അലക്കുകാരം അല്ല, അപ്പക്കാരമാണ് സോഡിയം ബൈകാർബണേറ്റ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ് ആണ്. അടുത്തത് ജിപ്സം കാൽസ്യം സൾഫേറ്റും കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡും ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ 25 ചോദ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. നമ്മുടെ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യന് താഴെ ഞാൻ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.